നമ്മുടെ കിടിലൻ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്, നല്ല നാടനാണ് സംഭവം. ഇത് ട്രാവലിംഗ് ഷെഫിന്റെ റെസിപ്പി ആയതുകൊണ്ട് പ്രത്യേകിച്ച് നാടൻ എന്ന കാര്യത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. സംഭവം പൊളിയാണ് കേട്ടോ. ഹേയ്, വെൽക്കം ബാക്ക്. ട്രാവലിംഗ് ഷെഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു മത്തി വെച്ചിട്ട് നമ്മളൊരു പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി സ്പൈസി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ പിക്കിളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഓടിപ്പോട്ടോ. നമ്മുടെ ഫിഷ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫിഷ് മത്തിയാണ്. നമ്മൾ നാടൻ മത്തിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് നമ്മുടെ, ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ കൂടിയാണ്. അപ്പോൾ നല്ല ചെറിയ മത്തി കിട്ടിയാൽ അതിന് ഉപകാരം. അല്ലെങ്കിൽ ഇതിൻ്റെ വാല് ഭാഗം മാത്രം അതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മത്തി. നമ്മുടെ മത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ അതിൻ്റെ വാലിൻ്റെ തലഭാഗം എടുത്തിട്ടില്ല. വാലിൻ്റെ ഒരു കഴിഞ്ഞ് ഒരു സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതിനെ 1/2 ചെയ്ത് എടുത്തതാണ്. അപ്പോൾ മത്തിയാണ് കൊണ്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മത്തി വറുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തോന്നാറില്ല. അതുകൊണ്ട് തന്നെയാണ് മത്തി ചൂസ് ചെയ്യാൻ കാരണം. വറുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൊണ്ട് അത് അച്ചറിട്ടാലും കിടുമായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മിക്സാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയും കായവും നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തു. കടുകിടാതെയാണ് മൂപ്പിച്ചെടുത്തത്. അതിനുശേഷം കടുകിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താണ് നമ്മളിവിടെ കാണുന്നത്. അത് അച്ചാറിലിട്ട് കഴിഞ്ഞാൽ സംഭവം കിടുമായിരിക്കും. കേടുകൂടാതെ അച്ചാർ കിട്ടുകയും ചെയ്യും. ഫിഷ് അച്ചാറിന് കുറച്ച് എരിവും കുറച്ച് ഉപ്പൊക്കെ വെച്ച് ബാലൻസ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് നമ്മൾ നമ്മുടെ ആ ഫിഷ് വറക്കാൻ വേണ്ടിയിട്ടാണ്, ഫിഷിൻ്റെ ആ മീറ്റ് വറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ബോൺലെസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ മീൻ അച്ചാർ കിടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പൈസസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് എടുക്കും. ഇത് ഫിഷ് അച്ചാറിന് ഉപയോഗിക്കുന്നതല്ല, നോർമൽ ഒരു അച്ചാറിൻ്റെ പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഇഞ്ചിയും നല്ല ഗാർലിക് ഇല്ലാണ്ട് എന്ത് ഫിഷ് അച്ചാറില്ല, എന്ത് മീൻ അച്ചാറാണ് അതിന് പറയാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗാർലിക്കും കുറച്ച് ജിഞ്ചറൊക്കെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ഇഞ്ചിയും നല്ല വെളുത്തുള്ളിയൊക്കെ ഫ്ലേവർ ശരിക്കും അടിപൊളിയായിട്ട് മീൻ അച്ചാറിൽ ഉണ്ടായി കഴിഞ്ഞാൽ സംഭവം കിടക്കും. മത്തി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ മുളക് ഒരെണ്ണം, നമ്മളൊരു 2 എണ്ണം എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 3-4 വെക്കുക. അതിന് എരിവാണ് അച്ചാറിന്. ഒന്ന് തൊട്ട് നിൽക്കുമ്പോൾ ഒരു ചൊടിക്ക്, നാവിൻ്റെ ഒരു ചൊടിക്ക് നിൽക്കുക എന്നൊക്കെയാണ്, എടുത്ത് നമ്മൾ നാവിൻ്റെ വെക്കാന്നൊക്കെയാണ് അച്ചാർ പറയാറ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നല്ല നാടൻ ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് നമ്മൾ എല്ലാ അച്ചാറുകൾക്കൊക്കെ ഇടുന്ന പോലെ കടുകും നല്ല അടിപൊളി വറ്റൽമുളകാണ്. കടുക് ഞാൻ കാണിച്ചു തരാം. അതാ കടുക് ഇവിടെ ഉണ്ട്. അപ്പോൾ കടുകും നല്ല അച്ചാറും നമ്മുടെ ഫിഷ് പിക്കിളിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപ്പും മുളകും പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മീനൊന്ന് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വറക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ വിനാഗറും കൂടി അതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അത് നമുക്ക് നമ്മൾ ക്യൂബ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് അച്ചാറിനുള്ള മത്തി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റോളം അത് നന്നായിട്ട് എടുത്തു വയ്ക്കുക. അതായത് ഫ്രിഡ്ജിലൊന്നും എടുത്ത് വയ്ക്കേണ്ട, നോർമലായിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആ ഫിഷ് അച്ചാറിന് ആ ഫ്രൈ ചെയ്യുന്ന ഫിഷിൻ്റെ ഉള്ളിലേക്ക് ആ നല്ല ഒരു അടിപൊളി ഒരു ഉപ്പും അതിൻ്റെ ഒരു മുളകൊക്കെ ഇങ്ങനെ കീറിങ്ങ് പിടിച്ച് നിൽക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും നല്ല ചൂടുള്ള ചോറിൽ നല്ല ഫിഷ് അച്ചാറിൻ്റെ ഒരു കഷ്ണം നാവിൽ വെച്ചിട്ട് ആ ഒരു ഉരുള ചോറ് കഴിക്കുമ്പോൾ എൻ്റെ ഫീൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് നമ്മൾ ഓൾറെഡി മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞു. മാരിനേഷൻ ചെയ്ത ഫിഷ് ഇതിവിടെ 15 മിനിറ്റ് വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മീനും അങ്ങ് പതിയെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കരിയാൻ പാടില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യാൻ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അധികം സോഫ്റ്റ് ആവരുത്. കുറച്ച് നന്നായിട്ട് തന്നെ അത് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കിടക്കും കേട്ടോ.
ഫിഷൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി മത്തി അച്ചാർ അല്ലെങ്കിൽ ഫിഷ് പിക്കിൾ അല്ലെങ്കിൽ മീൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്ക് വേഗം പോയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചെറിയൊരു ഉരുളി എടുക്കുക, അതിലേക്ക് കടുകും വറ്റൽമുളകും അങ്ങ് എണ്ണ ചൂടാവും ഇടുക. എണ്ണയും നിങ്ങൾ ഒഴിക്കണം, പിന്നെ നല്ലെണ്ണ ഒഴിക്കണം. ഇതാണ് നമ്മൾ ഈ രണ്ടെണ്ണയാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഇതിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ നല്ലെണ്ണയും ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്ങനെ അത് ഒന്ന് ഒരുമിച്ച് ചേരുമ്പോഴാണ് ശരിക്കും അങ്ങനത്തെ ഒരു പത ഫോം ആവുന്നത്. അല്ലാതെ ഇത് പഴയ എണ്ണയൊന്നല്ല കേട്ടോ. മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സ്പൈസി കിട്ടാനായിട്ട് നല്ല നാടൻ മുളകും കൂടി ആ എണ്ണയിലേക്ക് നമ്മൾ അങ്ങനെ ഇട്ട്, എന്നിട്ട് ഇത് അങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. ഈ നാടൻ മുളക് മാത്രം ഇതിലിട്ടാൽ പോരാ, നല്ല വെളുത്തുള്ളിയും അട്ടിപ്പൊളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക. ആ അച്ചാറിലൊക്കെ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നാടൻ മുളക് ഇട്ടതുകൊണ്ട് അച്ചാറിൻ്റെ സ്പൈസി നന്നായിരിക്കും. അപ്പം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു. നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എണ്ണയിൽ കിടന്ന് ഈ നമ്മുടെ മസാലയ്ക്കൊന്ന് ഫോമായിട്ട് അത് നമ്മുടെ ഫിഷിലേക്ക് പിടിച്ചു വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ഇപ്പം നമ്മൾ അച്ചാർ പൊടി ഇട്ടു കേട്ടോ. നല്ല മാങ്ങ അച്ചാർ ഒക്കെ ഉണ്ടാക്കുന്ന നോർമൽ നമ്മുടെ പിക്കിളുടെ പൗഡറാണ്, അതും ആഡ് ചെയ്തു. കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ പിക്കിളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു മസാലയില്ലേ, അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ എണ്ണയിൽ ആ മസാലയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ വറുത്ത ഫിഷ് ആഡ് ചെയ്യേണ്ടത്. ഫിഷ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കുത്തി ഇളക്കരുത്, ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫിഷ് പൊട്ടും. അപ്പം നമുക്ക് എന്തായാലും ഇനി ഫിഷ് ആഡ് ചെയ്യാം. അങ്ങനെ ഫിഷ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വിനാഗറും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചെറിയൊരു ബൗളിൽ കുറച്ച് വിനാഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ് കറക്റ്റ് നല്ല അടിപൊളി അച്ചാറിൻ്റെ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വരും. അപ്പം നമ്മൾ പറയും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചോറ് കഴിച്ചാലോ, ഇത് തന്നെ മതി എന്ന് പറയും. അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മീനച്ചാറിൻ്റെ ഈ ഒരു സംഭവം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണം. അതിന് മുമ്പ് ഉപ്പ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫിഷ് ഇട്ട് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതേ ഫിഷ് ഇട്ടു, നല്ല വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്ന ഫിഷാണ് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ട ശരിക്കും ഒരു മുളക് ചാറ് വലിച്ചൊരു ഫീലിംഗ് ആയിപ്പോയി. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തൊന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. അതിലേക്ക് അങ്ങ് പറ്റി പിടിച്ചിരിക്കും. നമ്മുടെ വിനേഗറൊക്കെ ഒഴിച്ചുകൊണ്ട് കേടാവത്തൊന്നുമില്ല, സംഭവം കിടുവായിട്ട് വരും. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ലോണം ഒന്ന് ഉപ്പിട്ട് അതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് നമ്മളൊന്ന് ബാലൻസ് ചെയ്തെടുത്തു. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മുകളിലേക്ക് ഇങ്ങനെ മറച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അങ്ങ് പറ്റിച്ചാൽ നമ്മുടെ പിക്കിള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല. നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം ഈ പിക്കിള് കഴിച്ചാണ്ടല്ലോ, നമ്മുടെ മീനച്ചാർ മത്തി കൊണ്ടുണ്ടാക്കിയ നല്ല കിടിലൻ മീനച്ചാർ കഴിച്ചാണ്ടല്ലോ, എൻ്റെ പൊന്നോ വേറൊന്നും വേണ്ട, ഇതന്നെ മതി. മനസ്സ് നിറയും എല്ലാം നിറയാൻ പറ്റുന്ന ഒരു അടിപൊളി മീനച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലോ, ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ചട്ടപ്പെട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.